ആര്യൻ മിശ്ര എന്ന 19-കാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. ആര്യൻ മിശ്ര ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിലാണ് താമസിക്കുന്നത്, ആര്യൻ മിശ്രയുടെ കുടുംബം. അപ്പോൾ ഹിന്ദുത്വ വർഗീയവാദികൾ, അതായത് ബജ്രംഗദൾ പ്രവർത്തകർ കരുതുന്നു ആര്യൻ മിശ്രയും മുസ്ലിം യുവാവാണ്, മുസ്ലിം കുടുംബത്തിൽപ്പെട്ടതാണെന്ന് ധരിക്കുന്നുണ്ട്. അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റ് 23-ന് ഒരു കൊലപാതകത്തിലാണ് കലാശിച്ചത്. കൊല്ലപ്പെട്ടത് ആര്യൻ മിശ്ര തന്നെയാണ്. ആര്യൻ മിശ്രയെ പശുക്കടത്ത് സംഘത്തിലുള്ള ആളാണെന്ന് കരുതി കിലോമീറ്ററുകളോളം പിന്തുടർന്ന ബജ്രംഗദൾ പ്രവർത്തകർ വെടിവെച്ച് കൊല്ലുന്നു. അതിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പശുക്കടത്ത് ഒന്നും അപ്പോൾ അങ്ങനെ വിവാദമായില്ല. അതിനുശേഷം പ്രതികളിൽ ഒരാളായ അനിൽ കൗശിക്, ബജ്രംഗദൾ നേതാവാണ്, അയാൾ തന്നെ വെളിപ്പെടുത്തി പശുക്കടത്ത് സംശയിച്ചിട്ടാണ് ആര്യൻ മിശ്രയെ കൊലപ്പെടുത്തിയത്. അയാൾ മുസ്ലിം യുവാവാണെന്ന് കരുതി, ഹിന്ദു ആണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെ ഉണ്ടാകില്ല എന്ന്. ഇത് ഒരു വശത്ത് ഇങ്ങനെ ഈ ചർച്ചയും ഈ വെളിപ്പെടുത്തലും ഒക്കെ ഉണ്ട്. കാരണം നമുക്കറിയാം, പശുക്കടത്ത് ആരോപിച്ച് ഉത്തരേന്ത്യയിൽ ധാരാളം മുസ്ലിം ചെറുപ്പക്കാരെ ആളുകൾ ഹിന്ദുത്വ വർഗീയവാദികളും ഹിന്ദുത്വ ഭീകരവാദികളും സംഘി സംഘടനകളും ഒക്കെ ചേർന്ന് ആൾക്കൂട്ട വിചാരണ ചെയ്ത് അടിച്ചും ഇടിച്ചും വെടിവെച്ചും ഒക്കെ കൊല്ലുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ 3ാം ടേൺ ആരംഭിച്ചിട്ട് ഇന്ന് വരെ 30ഓളം മുസ്ലിം ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം, അതായത് ലഭ്യമായ കണക്കുകൾ. ഒരു ക്രിസ്ത്യൻ വനിത കൊല്ലപ്പെട്ടു, അതുപോലെ 7 ദലിത് യുവാക്കൾ കൊല്ലപ്പെട്ടു. ഇതെല്ലാം ഹിന്ദുത്വ ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായി ഉണ്ടായ കൊലപാതകങ്ങളാണ്. ഇതൊക്കെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലൊക്കെ ഉള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ പറയുന്നത്. അപ്പോൾ ആര്യൻ മിശ്രയുടെ അമ്മ ഈ അനിൽ കൗശിക്കിൻ്റെ വെളിപ്പെടുത്തൽ കേട്ട ശേഷം പ്രതികരിച്ച പ്രതികരണമാണ് ഇന്ന് ഇന്ത്യയിൽ ആകെ എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ചെയ്യുന്നത്. അത് ഇത്രയേ ഉള്ളൂ. ഉമ ജോണോ എന്നാണ് അവരുടെ പേര്. അവർ പറയുന്നത് ഇത്രയാണ്: മുസ്ലിങ്ങളെ കൊല്ലുന്നത് എന്തിനാണ്? അവർ നമ്മുടെ സഹോദരങ്ങളല്ലേ, അവരാണ് ശരിക്കും ഞങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത്. ഞങ്ങൾ അവർക്കിടയിലാണ് താമസിക്കുന്നത്, അവർ ഞങ്ങളെ സഹോദരങ്ങളെ പോലെ കാണുന്നു, ഞങ്ങൾ അവരെയും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അവരുടെ സംരക്ഷണയിലാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾ സാധാരണക്കാരാണ്, പലപ്പോഴും അവരുടെ സാമ്പത്തിക സഹായമൊക്കെ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. ആ തരത്തിലാണ് ഉമ ജോണോ പറയുന്നത്. അവരും ഞങ്ങളുടെ സഹോദരരല്ലേ. തീർച്ചയായും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളും സഹോദരങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകശക്തി ഈ ബജ്രംഗദൾ പ്രവർത്തകർക്കൊക്കെ ഇല്ലാതെ പോകുന്നു എന്നും ഉമ ജോണോ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുപോലെ അനിൽ കൗശിക് ആരടുത്താണ് അത് വെളിപ്പെടുത്തിയത്? സി ആനന്ദ് മിശ്ര എന്ന ആര്യൻ മിശ്രയുടെ അച്ഛനോടാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 30 യുവാക്കളൊക്കെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് കൊല്ലപ്പെടുക എന്ന് പറയുന്നത് വലിയ കഷ്ടമാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഇങ്ങനെ ഇത്തരം കൊലപാതകങ്ങൾ നടക്കുന്നത്. ആ സമയത്ത് തന്നെ രാജസ്ഥാനിലെ കന്നുകാലികൾ നേരിടുന്ന ദുരവസ്ഥ സംബന്ധിച്ച വീഡിയോയൊക്കെ വൈറലായിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരമ്മ തൻ്റെ മകൻ, അല്ലെങ്കിൽ അവർ ഹിന്ദു ആണ് എന്നതുകൊണ്ട് മാത്രം മുസ്ലിങ്ങളെ വെറുക്കേണ്ടതല്ല, ഒരു ഹിന്ദുവും മുസ്ലിങ്ങളെ വെറുക്കേണ്ടതല്ല, മുസ്ലിം ഹിന്ദുവിനെ വെറുക്കേണ്ടതല്ല, ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ടവരാണ് എന്ന സന്ദേശം ഒരമ്മ, ഒരു മകൻ കൊല്ലപ്പെട്ട വേദനയിൽ നിന്ന് ഒരമ്മ വിളിച്ചു പറയുമ്പോൾ ആ ശബ്ദത്തിന് നമ്മൾ വില കൊടുക്കണം. അപ്പോഴാണ് ഈ കണക്കുകളൊക്കെ തെളിവായി നിൽക്കുന്നതും. തീർച്ചയായും ആര്യൻ മിശ്രയുടെ അമ്മ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. മുസ്ലിം ആയതുകൊണ്ട് മാത്രം എന്തിനവരെ കൊല്ലണം, അവരും നമ്മുടെ സഹോദരങ്ങളല്ലേ എന്നൊരു അമ്മ ഈ രാജ്യത്തെ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സംഘങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ കാണിച്ച ആ ധീരതയ്ക്ക് ഒരു സല്യൂട്ട്.